എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായൊരു പച്ച വില്ല്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം വിശുദ്ധ യോഹന്നാനിലൂടെ സഭയ്ക്ക് നൽകുന്ന ഏറെ അമൂല്യമായ ദർശന വെളിപ്പാടുകളാണ്. തുറന്ന സ്വർഗത്തിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങൾ നമ്മൾ വായിച്ച ഇന്നത്തെ വേദഭാഗത്ത് സ്വർഗത്തിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ സൗന്ദര്യവും ഒക്കെ വളരെ മനോഹരമായി ആവിഷ്കരിക്കുകയാണ്. തുറന്ന സ്വർഗവും തുറന്ന വാതിലും. 2-3 അധ്യായങ്ങളിൽ ദൃശ്യം ഭൂമിയിലുള്ള സഭകൾക്കിടയിലാണ് നടക്കുന്നത്. എന്നാൽ 4-ാം അധ്യായത്തിൽ കാണുന്ന ദൃശ്യങ്ങൾ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയരുന്നു. സ്വർഗത്തിലൊരു വാതിൽ തുറക്കപ്പെടുന്നു. ഇത് 2 വിധത്തിൽ മനസ്സിലാക്കാം. ഒന്നുകിൽ ദാർശനികൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കെ സ്വർഗത്തിലെ നിഗൂഢതയിലേക്കുള്ള വാതിലാണ് ഇപ്പോൾ പുതുതായി തുറക്കപ്പെടുന്നത്. അല്ലെങ്കിൽ വാതിൽ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഇവിടെ യോഹന്നാന് ദർശനം നൽകാൻ വേണ്ടി അത് ഇപ്പോൾ തുറക്കപ്പെടുകയാണ്. പുരാതന യഹൂദ ചിന്തയിൽ സ്വർഗത്തെയും ഭൂമിയെയും വേർതിരിക്കുന്ന ഒരു ഫലകം പോലെയാണ് ആകാശം. ഭൂമിക്ക് മീതെ മേൽക്കൂര പോലെ അത് നിൽക്കുന്നു. ഈ മേൽക്കൂരയുടെ വാതിൽ തുറന്നെങ്കിലേ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയുകയുള്ളൂ. അങ്ങനെയായിരുന്നു പുരാതനമായ യഹൂദ ചിന്ത. ഇപ്പോൾ ദാർശനികനായ യോഹന്നാന് അങ്ങനെ ഒരു വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ 3 പ്രധാനപ്പെട്ട വാതിലുകളെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്ന്, അവസരമാകുന്ന വാതിൽ. ഫിലഡൽഫിയയിലെ സഭയോട് ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തു അരുളി ചെയ്യുന്നു, നിന്റെ മുൻപിൽ ഞാൻ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. അത് 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലാണ്. ആർക്കും തുറക്കാനാവാത്തതും ആർക്കും അടയ്ക്കാനാവാത്തതുമായ വാതിൽ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഫിലദൽഫിയയുടെ സഭയ്ക്ക് നൽകുന്ന ഒരു അനുഗ്രഹം. ധാരാളം അവസരങ്ങൾ ദൈവം തമ്പുരാൻ ഇങ്ങനെ നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നു എന്നത് സ്പഷ്ടമാണ്. വെളിപ്പാട് 3:20 പറയുന്നത്, മനുഷ്യൻ്റെ ഹൃദയമാകുന്ന വാതിൽ ഞാൻ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തിയെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഉയിർത്തെഴുന്നേറ്റ കർത്താവ് പറയുന്നതാണ്. 3-ാമത് കാണുന്നത് വെളിപ്പാടാകുന്ന വാതിൽ. കണ്ടാലും സ്വർഗത്തിലെ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. സത്യത്തിൻ്റെ വെളിപ്പാടാകുന്ന വാതിൽ എല്ലാവർക്കും തുറന്നു കൊടുക്കുന്നത് ദൈവമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ വാതിലാണ്. വഴിയും വാതിലും ദൈവമാണ്, അല്ലെങ്കിൽ വാതിലിൻ്റെ താക്കോൽ ദൈവമാണ്.
ഇവിടെ എന്തിനാണ് വാതിൽ തുറക്കുന്നത് എന്ന ഒരു ഉദ്ദേശം കൂടെ പറയുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ, ഒന്ന്, ദർശനങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നു. ഇതാണ് യഗസ്കേൽ പ്രവാചകൻ ദർശിക്കുന്നതും. 2, ആത്മാവ് ഇറങ്ങി വരുന്നതിനായി വാതിൽ തുറക്കുന്നു. മനുഷ്യ മനസ്സും ഹൃദയവും സ്വർഗീയമായതിനെ അന്വേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് താഴേക്ക് ഇറങ്ങി വരുന്നു. 3, ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിനായുള്ള വാതിൽ തുറക്കപ്പെടുന്നു. കർത്താവ് നഥനയേലിനോട് പറയുന്നത് സ്വർഗം തുറന്നിരിക്കുന്നതും നിങ്ങൾ കാണും എന്നാണ്. യോഹന്നാൻ 1-ാം വാക്യം. അപ്പോൾ ആത്യന്തികമായി ക്രിസ്തു തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുമെന്നാണ് ഇതിൻ്റെ എല്ലാം അർത്ഥം. ദൈവത്തിൻ്റെ സിംഹാസനം. തുറന്ന വാതിലിലൂടെ ദാർശനികനായ യോഹന്നാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആത്മവിവശതയിലായിരുന്നു. അസാധാരണമായ ഒരു സ്വർഗീയ അനുഭൂതിയിലേക്ക്, അല്ലെങ്കിൽ ആത്മീക അനുഭൂതിയിലേക്ക് പ്രവേശിച്ചു. സ്വർഗത്തിലൊരു സിംഹാസനവും അതിന്മേൽ ദൈവം ഇരിക്കുന്നതും അവൻ കണ്ടു. ദൈവത്തിൻ്റെ സിംഹാസനം ഒരു സാധാരണ പഴയ നിയമ ചിത്രമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 3 അധ്യായങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ അധ്യായങ്ങളിലും ദൈവത്തിൻ്റെ സിംഹാസനം കാണുന്നതായി പറയപ്പെടുന്നു. ഇത് ദൈവത്തിൻ്റെ രാജകീയ പ്രഭാവത്തെ കാണിക്കുന്നു. അവൻ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്, അധിപതിയാണ്. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് യോഹന്നാൻ കാണുന്നു. ദൈവത്തെ കേവലം മനുഷ്യരൂപത്തിൽ ചിത്രീകരിക്കാൻ വെളിപ്പാട് പുസ്തകം ശ്രമിക്കുന്നില്ല എന്നത് ഒരു പ്രത്യേകതയാണ്. നേരെ മറിച്ച് വർണ്ണശബളവും പ്രകാശധാരാവൃതവുമായ പ്രത്യക്ഷതകളാണ് ദാർശനികൻ നൽകുന്നത്. ദൈവം പ്രകാശമാണ്, ആർക്കും അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനാണ്. അവൻ വസ്ത്രം പോലെ പ്രകാശം ധരിച്ചിരിക്കുന്നു. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലും 104-ാം സങ്കീർത്തനത്തിലുമൊക്കെ അതിൻ്റെ വർണ്ണനകളുണ്ട്. രത്നങ്ങളിൽ നിന്ന് വീശുന്ന പ്രകാശധാരകൾ പോലെയാണ് യോഹന്നാൻ ദർശനം കാണുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രത്നങ്ങളിൽ പലതും ഇന്ന് അറിയപ്പെടുന്ന രത്നങ്ങളുടെ പേരുകളാൽ തിരിച്ചറിയാൻ വിഷമമാണ്. നവരത്നങ്ങളെപ്പറ്റി പൗരസ്ത്യർ പറയുന്നുണ്ട്. എല്ലാ രത്നങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന 3 ദിവ്യരത്നങ്ങളെപ്പറ്റി പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്. ടോറിലെ രാജാവ് ഈ 3 രത്നങ്ങൾ നിരത്തി വച്ചിരുന്നതായി പറയപ്പെടുന്നു. യഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ അതിൻ്റെ ഒരു വിശകലനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാം. മഹാപുരോഹിതന്റെ മാറിലെ കവചത്തിൽ അവയുണ്ടായിരുന്നതായി പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ വായിക്കുന്നു. വിശുദ്ധ നഗരത്തിൻ്റെ അടിസ്ഥാനങ്ങൾ പണിതിരിക്കുന്ന രത്നങ്ങളുടെ കൂട്ടത്തിൽ അവ 3 വെളിപ്പാട് 21-ാം അധ്യായത്തിലാണ് അത് കാണുന്നത്. മനുഷ്യനെ സങ്കല്പിക്കാവുന്ന അമൂല്യ വസ്തുക്കളെ പ്രതിനിധാനം ചെയ്യുന്ന രത്നങ്ങളിൽ സൂര്യപ്രകാശം തട്ടിയുണ്ടാകുന്ന പ്രകാശകിരണങ്ങളുടെ പ്രതീതിയാണ് ദൈവ സാന്നിധ്യത്തെ ചിത്രീകരിക്കാൻ യോഹന്നാൻ ഉപയോഗിക്കുന്നത്. ആർക്കും അടുത്തുകൂടാനാവാത്ത വിധത്തിൽ ഉള്ള ഒരു പ്രകാശധാരയാണ്. മരതകത്തോട് സദൃശ്യമായ പച്ച വില്ല്. ഈ സ്വർഗത്തെക്കുറിച്ചുള്ള വർണ്ണനയും സിംഹാസനത്തെക്കുറിച്ചുള്ള വർണ്ണനയും ഒക്കെ കാണിക്കുന്നത് അതിൻ്റെ മനോഹാരിതത്തെ വർണ്ണിക്കാനാണ്. മനോഹാരിത, സൗന്ദര്യം, അത്രമാത്രം ആകൃഷ്ടമാണ് സ്വർഗമെന്ന് പറയാൻ ശ്രമിക്കുന്നു. പീഡനങ്ങളുടെ മധ്യത്തിൽ കഴിഞ്ഞിരുന്ന സഭ ഇത്രമാത്രം ആകൃഷ്ടമായ രത്നങ്ങളും മരതകങ്ങളുമാൽ കൊണ്ടൊക്കെ പതിപ്പിച്ച സ്വർഗീയ കവാടത്തെക്കുറിച്ചുള്ള ദർശനം ലഭിക്കുമ്പോൾ കൂടുതൽ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ കഷ്ടതയുടെ മധ്യത്തിലും വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ പരിശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വർണ്ണനകൾ അവർക്ക് നൽകുന്നത്.
നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം സ്വർഗീയ അനുഭവങ്ങളാണ്. അത് സ്വപ്നം കാണാൻ, അത് ആഗ്രഹിക്കാൻ, അതിനുവേണ്ടി പരിശ്രമിക്കാൻ, ഒരുങ്ങാൻ നമുക്ക് സാധിക്കണം. കർത്താവ് എല്ലാത്തിൻ്റെയും അധികാരിയാണ്, അധിപനാണ്. അതുകൊണ്ട് അധിപനായവനിൽ നമ്മുടെ ആശ്രയത്തെ, നമ്മുടെ പ്രതീക്ഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, മറ്റൊരു പ്രഭാതം കൂടെ ആയുസ്സിൽ ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഈ പ്രഭാതം കർത്താവേ, അവിടുത്തെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അടിയങ്ങൾക്ക് ആവശ്യമായ നന്മയും അതിൻ്റെ പ്രകാശവും നൽകണമേ. അവിടുന്ന് വഴികാട്ടിയായും ആലോചകനായും കൂടെ ഇരിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ അടിയങ്ങളെ കാക്കണമേ. ആപത്തനർത്ഥങ്ങൾ വിടുവിച്ചു കൊള്ളണമേ. വളരെയധികം ഭാരത്തോടും ദുഃഖത്തോടും കൂടെ ഇന്ന് പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ സാന്നിധ്യത്താൽ പ്രകാശം നൽകണമേ, പ്രതീക്ഷ നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ നിറവിൻ്റെ നാളുകൾ അവിടുന്ന് ദാനമായി നൽകി ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും കൂടെ ഇരിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം എല്ലാവരോടും നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.